വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയ അറവുശാല വീണ്ടും പ്രവർത്തിക്കുന്നതായി പ്രദേശവാസികളുടെ പരാതി. ഇവിടെ നിന്നും അറവു മാലിന്യങ്ങൾ അടക്കം പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്തുകയും അറവുശാലയുടെ പരിസരം ദുർഗന്ധം വമിച്ചതോടുകൂടിയാണ് പ്രദേശവാസികളുടെ പരാതിയിന്മേൽ അറവുശാലയ്ക്ക് ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇടുക്കി റിവൈവൽ ഫെസ്റ്റ് വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത പ്രവാചകൻ പ്രവീൺ പ്രസാദ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജൂൺ 8 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2:30 വരെയും തുടർന്ന് വൈകുന്നേരം 5:30 മുതൽ രാത്രി 9:30 വരെയും ദൈവവചന ശുശ്രൂഷകൾ നൽകുന്നു. വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ അബ്ബാസ് എന്നയാൾ നടത്തി വന്നിരുന്ന അറവുശാലയിൽ നിന്നും അറവു മാലിന്യങ്ങൾ പെരിയാർ നദിയിലേക്ക് ഒഴുകുന്നതായും കശാപ്പ് ചെയ്തതിനു ശേഷമുള്ള രക്തം, മൂത്രം, ചാണകം എന്നിവ അറവുശാലയുടെ പരിസരത്ത് തളം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പ്രദേശവാസികളുടെ പരാതിയിന്മേൽ 6 മാസങ്ങൾക്ക് മുൻപ് അറവുശാലയ്ക്ക് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇവിടെ നോട്ടീസ് പതിച്ചതും. എന്നാൽ ഈ നോട്ടീസ് വലിച്ചു കീറി വീണ്ടും അറവുശാലയുടെ പ്രവർത്തനം ആരംഭിച്ചതായാണ് പ്രദേശവാസികൾ പരാതി അറിയിച്ചിരിക്കുന്നത്. 5 മാസത്തിനു മുമ്പ് പഞ്ചായത്ത് നിർത്തിയ ഒരു സംഭവമാണ് മാടിനെ വെട്ടുന്നത്. അപ്പോൾ ഇവിടെ പനിയും പിള്ളേർക്ക് സുഖമില്ലാതെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത പിന്നെ അറവുശാല. അപ്പോൾ അതിനുശേഷം ഇന്നലെ വന്ന് ഒരു 9 പോത്തിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് വെട്ടാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചിട്ട് പുള്ളി ധിക്കാരമായിട്ട് പുള്ളി പറഞ്ഞിട്ട് പോയി. അതല്ലാതെ വേണ്ട ഇപ്പോൾ ഈ അടുത്ത് വരെ ഡെങ്കിപ്പനി വേണ്ടി അടുത്ത് വരും വന്നു. ഈ പോത്തിനെയൊക്കെ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചാണകം, മൂത്രം അതൊക്കെ കൊണ്ടുവന്ന് നാട്ടുകാർക്കും ബുദ്ധിമുട്ട്, സുഖമില്ലാത്ത പിള്ളേരുണ്ട് ഇവിടെ, എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഇവിടെയാണെങ്കിൽ 5 മാസത്തിന് മുമ്പ് പഞ്ചായത്ത് ഒരു മൂടാൻ പറഞ്ഞൊരു 8 അടി താഴ്ചയുള്ള ഒരു കുഴിയുണ്ട്, അതുപോലും ഇതുവരെ മൂടിയിട്ടില്ല. ഈ ഒരു ഏരിയയിൽ ഇങ്ങനൊരു അറവുശാല ഇവിടെ നടത്താൻ പാടില്ല. അതിപ്പോൾ പഞ്ചായത്ത് ആണെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഓഫീസർമാർ അതിൻ്റെ കാര്യങ്ങൾ നടപടി നടത്തേണ്ടതാണ്. ഇപ്പം ഞങ്ങളായിട്ടിത് നിൽക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് വന്നിത് നോക്കി നടത്തുവാണെങ്കിൽ ഞങ്ങളായിട്ടിത് നിൽക്കേണ്ട കാര്യമില്ലാത്തതാണ്. പ്രദേശത്ത് നിരവധി പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമുള്ളതായും അടിയന്തരമായി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും ഇടപെട്ട് പ്രദേശത്ത് അറവു മാലിന്യങ്ങൾ മൂലമുള്ള മലിനീകരണത്താൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സാധ്യതകൾക്ക് കാരണമായ അറവുശാലയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വെള്ളം ഭരിക്കുന്നത് വരെ ആ വെള്ളം ആൾക്കാർ കുടിക്കുന്ന ആ വെള്ളമാണ്. അതുകൊണ്ട് ഹെൽത്തിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും വന്ന് ഇതിൻ്റെ കാരണങ്ങൾ നിർത്തി ഈ സാധനത്തിന് ഈ അറവുശാലയ്ക്ക് 6 മാസം മുമ്പ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് പോയതാണ്. സ്റ്റോപ്പ് മെമ്മോ ഒട്ടിച്ച പേപ്പർ വലിച്ചു കയറി കളഞ്ഞ് വീട്ടിൽ പോകാൻ പോത്തിനെ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ 10-40 വീട്ടുകാർ ഈ ചുറ്റുവട്ടത്തിൽ കിടക്കുന്നതാണ്. അവർക്ക് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ അധികാരി ഇതേസമയം ഗ്രാമപഞ്ചായത്തിൽ വിവരം അറിയിച്ചതോടെ മുൻപ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് എന്നും ഒരു കാരണവശാലും അറവുശാല ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.